ഹലോ ഫാമിലി. സോ ഇന്ന് എനിക്ക് മഴവിൽ മനോരമയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു കോണ്ടൻ്റാണ്. ഷോ ഒക്കെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടാറ് എന്നുള്ളതാണ് പരിപാടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല, പകുതിക്ക് വെച്ചാണ് അങ്ങനത്തെ ഒരു ഐഡിയ തന്നെ തലയിൽ വന്നത്. അപ്പം നേരെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഷോവിന് വേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആയിരുന്നു രാവിലത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഫിസിക്കലി ഭംഗിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ നമ്മളെന്തായാലും മൈക്ക് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് കൈക്കൊക്കെ എപ്പോഴും ഒരു ഭംഗി വേണം. അപ്പം നെയിൽ എക്സ്റ്റൻഷൻസ് ചെയ്യാനാണ് ആദ്യം പോണേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ബാരിക്സ് ലുക്സ് സലൂണിലാണ് പോണത്. നമ്മുടെ വൈറ്റിലാട്ട് തൃപ്പൂണിത്തുറ റൂട്ടിൽ മെട്രോ പില്ലർ, നമ്പർ എനിക്ക് കറക്റ്റ് അറിയില്ല, മെട്രോൻ്റെ ഒക്കെ അവിടെയായിട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കൊച്ചിയിലത്തെ ഈ സ്ഥലം. ഇല്ലാത്ത സമയത്ത് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഈ കൈ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് നമ്മൾ മാക്സിമം മുതലെടുക്കണം സജി. പക്ഷെ തോന്നുന്നില്ല എനിക്ക് ഇത് മാത്രം ചെയ്യാനുള്ള ഇതുള്ളൂ. കഴിഞ്ഞ വട്ടം നിങ്ങളെല്ലാവരും പറഞ്ഞത് നെയിൽ അടിപൊളിയായിട്ടുള്ളത് ഇത് എക്സ്റ്റൻഷനാണ്. ഞാൻ എൻ്റെ സ്കെഡ്യൂൾ വെച്ചിട്ട് എനിക്ക് അങ്ങനെ എപ്പോഴും പണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇത്രയും ഇതിലൊക്കെ നെയ്യുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല, വീട്ടു ജോലിയാണ് പറ്റുന്നില്ല. ആ സീന പുള്ളി എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇന്ദ്രജിത്താണ് ഇന്ദ്രജിത്തെ എൻ്റെ ഫേവറേറ്റ് ബാരിക്സ് മേറ്റ്. അല്ല, നിങ്ങൾ മലയാളിയാണല്ലോ, എൻ്റെ ഫേവറേറ്റ് ആണ് ബാരിക്സിലെ. അപ്പോൾ ഒട്ടും സമയമില്ലാത്തൊരു പരിപാടി ആയിരുന്നുകൊണ്ട്, അതായത് ഞാൻ ഓട്ടത്തിനിടയിലാണ് ഇത് ചെയ്യാൻ വന്നത്, അതുകൊണ്ട് വേഗം നേരെ പ്രൊസീജിയേഴ്സിലേക്ക് കടന്നു. എനിക്ക് ആക്ച്വലി ഈ പരിപാടി ചെയ്യുന്നതിൽ ആകെ ഇഷ്ടമല്ലാത്തൊരു സ്റ്റെപ്പ് ഇതാണ്. എനിക്കിങ്ങനെ ഡ്രെന്നുള്ള സാധനങ്ങളൊക്കെ പേടിയാണ്. പണ്ടെന്നല്ല ഇപ്പോഴും ഞാൻ പല്ലിൻ്റെ കാര്യങ്ങളോ എനിക്ക് ഡെൻറ്റിസ്റ്റുകളെ പേടിയാണ്. അതിപ്പോൾ എത്ര സ്നേഹത്തോടെ നന്നായി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ ശബ്ദമുള്ള സാധനം വായിലേക്ക് എൻ്റെ പൊന്നുമോനെ എനിക്ക് അതെന്തോ ട്രോമയാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഡ്രില്ലിങ് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ശരീരവും ഇതൊന്നും ഉണ്ടൊക്കെ കാര്യമില്ല, പേടിയാണ്. അപ്പോൾ നമ്മുടെ ഈവനിങ്ങിലാണ്, രാത്രിയൊക്കെ ആയതുകൊണ്ടും കുറേ ലൈറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു നിയോൺ പിങ്കാണ് സെലക്ട് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ കളർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഞാൻ റെഗുലർലി ചൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കളർ ആയിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ഷോനായതുകൊണ്ട് കുഴപ്പമില്ല. ഈ കളർ നിയോണാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ആയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല വൈബായിരിക്കും. നേരത്തെ കണ്ടില്ല, അതിൻ്റെ അകത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരു വേറെ കളറായിരുന്നു. ബ്ലൂ ലൈറ്റിലൊക്കെ വെച്ച സീനാണ്. പക്ഷേ ഷോ കഴിഞ്ഞ ഉടനെ മാറ്റണം, കാരണം ഇപ്പോഴത്തെ ഒരു വൈബിന് ഞാൻ ഇത്ര ഫംഗിയല്ല ദീസ് ഡേയ്സ്. കഴിഞ്ഞൊരു എനിക്കൊരു 2 വർഷം മുമ്പൊക്കെ പോലെ ഫംഗിയായിരുന്നു. ഇപ്പം ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ എൻ്റെ ഫംഗി വൈബ് പുറത്ത് വരാറുള്ളൂ. അപ്പം ഈ കളറിന് മാറ്റണം തിരിച്ചു വന്നിട്ട്. കളർ രസമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പുറത്തെ കയ്യിൽ നഖം ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ കൈ എരുമാരി ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സിങ്ക് അത്ര ശരിയില്ല. ഇന്ദ്രജിത്ത് ഓക്കെ, അത് പോയാ താങ്ക് യു. പോയിക്കോളാം, ജൽദി ജാനാ. ചില ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഹിന്ദിയൊക്കെ, അല്ലാത്ത ദിവസം ഒരു ബബ്ബേ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, വേഗം ചെയ്തിട്ട് വേഗം പോകാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് നമ്മൾ. പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഈ അവസാന നിമിഷത്തിലാണ് എല്ലാം വാങ്ങുക എന്ന് പറയുമല്ലോ. അപ്പോൾ അവസാന നിമിഷത്തിൽ ഓട്ടമാണ് എൻ്റെ ഓരോന്നും. അപ്പോൾ അന്നത്തെ പോലെ തന്നെ പിന്നെയും കാറിലേക്ക് കയറിയപ്പോഴത്തേക്കും മൈക്ക് എനിക്ക് ചെറിയൊരു പണി തന്നു. ഇനി ഞാനിത് സൂക്ഷിച്ച് തന്നെ എടുക്കേണ്ടിയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്തുള്ള നമ്മുടെ ഡിസ്കഷൻസ് ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ കുക്കു ഇങ്ങനെ പറയായിരുന്നു, കുക്കുൻ്റെയൊക്കെ നാട്ടിൽ പണ്ട് സമയത്ത് കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്ന പെണ്ണുങ്ങളാണ് ഇങ്ങനെ നെയിലൊക്കെ ചെയ്യുക. അതായത് ഷീസ് ഫ്രം റാന്നി. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ള പോലെ അത്രയും സലോൺസും നെയിൽ എക്സ്റ്റൻഷനും ഒക്കെ എന്തായാലും അത്ര ഫ്രീക്വൻ്റ്ലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ലായിരുന്നു. എന്നിട്ട് അവളിങ്ങനെ എൻ്റെ ചോദിക്കുകയായിരുന്നു, ചേച്ചി എന്താ കല്യാണം കഴിക്കാത്തത്. പിന്നെ ഈ ചോദ്യം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ആൻഡ് കുക്കു എന്നെക്കാളും ഒരു 5 years യങ്ങറാണ്. അതുപോലെ എൻ്റെ എല്ലാ അനിയത്തി കുട്ടിമാരുടെ അടുത്തും അനിയൻ കുട്ടന്മാരുടെ അടുത്തും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ലെറ്റ്സ് സേ 30 വയസ്സായി 35 വയസ്സായി, ഇതൊന്നും ഒരു പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ കാര്യമായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പം ഏർലിയർ ആയിട്ട് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ബേബിക്ക് ബർത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം അവിടെ ഉണ്ട്, അതിന് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് തള്ളി പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ കൂടുതൽ ഈ കാലത്ത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്.
നമ്മൾ എത്രയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് മുട്ടി നിന്നാലും നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ, സ്പെഷ്യലി ഗേൾസിനോടാണ് കേട്ടോ ഇത് പറയുന്നത്. കാരണം പല സിറ്റുവേഷൻസിലും എനിക്ക് ഒരുപാട് ചേച്ചിമാരെ അറിയാം, അതായത് പല സാഹചര്യങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേറൊരു വഴിയില്ല, ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസസ് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ ഒട്ടും ഒരു എന്താ പറയുക പുരുഷ വിരോധി അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് എൻ്റെ അച്ഛൻ, മൈ ഫാദർ വാസ് എ വണ്ടർഫുൾ പേഴ്സൺ. എൻ്റെ അച്ഛനെ പോലത്തെ ഒരു വളരെ ജെൻറ്റിൽ ആൻഡ് മാൻലി ആയിട്ടുള്ളൊരു മനുഷ്യനെ എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ദൈവം സഹായിച്ച് എൻ്റെ ചുറ്റും ഒരുപാട് അങ്ങനത്തെ എൻ്റെ നല്ല നല്ല ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. ആൻഡ് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആണുങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് എൻ്റെതായ കുറച്ച് ട്രോമയൊക്കെ ഉണ്ട്, റിലേഷൻഷിപ്പ് ട്രോമ എനിക്ക് നല്ല രീതിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള സീൻസ് ആണെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറ്. പക്ഷേ അതിനേക്കാളൊക്കെ മുകളിലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കുക. നമ്മൾ ഇപ്പം നാളെ എന്തെങ്കിലും ഒരിക്കലും ആർക്കും ഒന്നും പറ്റണം എന്ന് ഞാൻ പറയല്ല, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാവരും പഴയതിനേക്കാൾ കൂടുതൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതിൻ്റെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ലീഗലി കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്തിയിട്ട് കല്യാണം പോലത്തെ ഒരു ഡെസിഷനിലേക്ക് ചെയ്യുക. കാരണം അതിൻ്റെ പുറകെ തന്നെ ഒരു കുഞ്ഞാപ്പിയും കൂടെ മോസ്റ്റ്ലി ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ വരും. അപ്പം ആ ഒരു കുഞ്ഞിനെ ഈ കാലത്തൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരൊറ്റ ആളുടെ ഇൻകം കൊണ്ടൊന്നും മാത്രം പറ്റുന്ന കാര്യമല്ല. ആൻഡ് എപ്പോഴും രണ്ട് സൈഡിൽ നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു ഫ്രീഡം കിട്ടും, നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡും കിട്ടും, റെസ്പെക്റ്റും കിട്ടും. അതുപോലെ നമ്മുടെ സ്പൗസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും ഇൻ ബിൽഡിങ് എ ഹോം. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഇടയിലുള്ള കോൺവെർസേഷൻ. അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഫോറം മോളിലേക്കാണ്. എനിക്ക് എന്താ പറയുക, പരിപാടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ സമയത്ത് പറമ്പന്വേഷിക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഈ പഴഞ്ചൊല്ലാണ് ഞാൻ ഫുള്ള് പറയുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ പറമ്പന്വേഷിക്കലിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോറം മോളിലേക്കാണ് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗിങ് എന്ന് പറയുന്ന സംഭവം എനിക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ AG വ്ളോഗ്സിൽ നിന്ന് ഞാൻ കുറച്ചധികം കാലം ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് എനിക്ക് ആകെ മൊത്തം ഒരു ചളിപ്പായിരുന്നു. അതിൽ നിന്ന് ഞാൻ റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കോൺഫിഡൻസ് ഒക്കെ എവിടേക്കോ ചെറുതായിട്ട് പാളിപ്പോയോ എന്നൊരു സംശയം വന്നു. പക്ഷെ അതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. എനിക്ക് ഭയങ്കര ചാളിപ്പോണ്ടായിട്ടോ. സോ ഫോറം മോളിലേക്ക് ചെന്നത് ഞാൻ എന്തെങ്കിലും ടീഷർട്ടും അതുപോലെ എൻ്റെ ഷോൺ ഇടാൻ വേണ്ടിയിട്ട് താഴെ ഇടാനുള്ള പാൻറ്റും കൂടെ വാങ്ങാനാണെങ്കിലും ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി. ആൻഡ് അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, ബൈ 1 get 1 അങ്ങനെ എന്തോ ആയിരുന്നു. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. സ്മെല്ലെല്ലാം അടിപൊളിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ലാസ്റ്റ് ചെയ്യില്ല. അത് മിസ്റ്റ് ആണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും അവരുടെ ഷാജലും ബട്ടറും എല്ലാം ഇട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ആ സ്മെൽ ഒരുപാട് അങ്ങ് ലാസ്റ്റ് ചെയ്യില്ല. എന്നാലും ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഫാനായി ഒരു വട്ടം എന്നുണ്ടെങ്കിൽ ഫോർ എവർ അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഞാനും അങ്ങനെ വേദനിക്കുന്ന ഒരു ഫാൻ ഓഫ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ആണ്. ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയായിരിക്കും ഞാൻ വരുന്നത്. എന്നിട്ട് അത് ഓർക്കാതെ കണ്ണി കണ്ട കടകളിലൊക്കെ ഓടിക്കയറി അവിടെ നിന്ന് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും ചിലപ്പോൾ കിട്ടുമില്ല, വെറുതെ കുറേ സമയം കളയും. എന്നിട്ട് അവസാനം നമ്മൾ പ്ലാൻ ചെയ്ത സ്കെഡ്യൂളിൽ നിന്നും മാറും. കണ്ടോ, വെറുതെ എനിക്ക് പോയാൽ മതി, ഓടി നടന്ന ഓരോരോ കടകളിലും കയറി ഓരോന്നൊക്കെ നോക്കി. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ശേഷമുള്ള പരിപാടി. അത് കഴിഞ്ഞ് നേരെ എനിക്ക് വേണ്ട ഒരു ടീഷർട്ടും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് താഴെ കുക്കി മാനിൽ വന്ന് 2-3 കുക്കീസ് വാങ്ങിച്ചു. ബിക്കോസ് ഐ ലവ് കുക്കീസ്. ഞാൻ ഭയങ്കരമായൊരു കുക്കി ഫാനാണ്. ഇങ്ങോട്ടുള്ള വരവ് വളരെ വേഗത്തിലായതുകൊണ്ട് നമുക്ക് വ്ളോഗ് പിന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, കുക്കീസൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് പോന്നു. ആൻഡ് വണ്ടി അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യാനാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി വണ്ടി എത്തി. റെഡി ആവലൊന്നും ഇല്ല. എന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുങ്ങി കണ്ടിട്ടുണ്ടോ? വളരെ റെയറായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് അധികം ഒരുങ്ങലൊന്നുമില്ല. തിന്നണം, കഞ്ഞി കുടിക്കണം ബേസിക്കലി. കഞ്ഞിക്കിന് അതെ, മാണിക്കിന് കുറച്ച് കഞ്ഞി വേണം. തൈര് കഞ്ഞി നെല്ലിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൈര് കഞ്ഞി കുടിച്ചിട്ട് ഇവിടെയാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്, വീട്ടിലല്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് വേഗം പോകണം. അപ്പോൾ അത് ലിഫ്റ്റ് എത്തി. ഇനി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇറങ്ങണം. ഓക്കെ,
അപ്പോൾ ട്രാവലും അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ മോസ്റ്റ്ലി നമ്മൾ ഫാമിലിയിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കഞ്ഞിയാണ്, അല്ലെങ്കിൽ കേർഡ് റൈസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ വയറിന് വലിയ പണിയൊന്നും കിട്ടില്ല. നെല്ലിക്കയിലത്തെ ആണെങ്കിൽ ഭയങ്കര ഭയങ്കര ടേസ്റ്റിയുമാണ്. നമുക്ക് ശരിക്കും വീട്ടിലത്തെ കഞ്ഞി സീൻ തന്നെയാണ് ഫീൽ ചെയ്തത്. ഇപ്പം ഞാൻ അനാവശ്യമായിട്ട് അവിടെ ഇവിടേക്കും കുറച്ച് ഓടി നടന്നുകൊണ്ട് എൻ്റെ സമയവും വൈകി. അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, വേഗം ഒന്ന് ക്വിക്ക് ഷവറൊക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഞാൻ കഞ്ഞി കുടിച്ചു. വണ്ടി ഓൾറെഡി താഴെ വന്ന് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഷൂട്ടിന് വേണ്ടി സമയം കളയാൻ പറ്റിയില്ല. അപ്പോൾ നല്ല തൈര് കഞ്ഞി സുടാന്ന് കുടിച്ചു. പിന്നെ അമ്മ കൊടുത്തു വിട്ട അച്ചാർ, അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ അവിടത്തേക്ക് ടേസ്റ്റ് ആണെങ്കിലും അതിനെയൊക്കെ ഓവർറൂൾ ചെയ്യാൻ, അതിനെ എൻഹാൻസ് ചെയ്യാൻ നമ്മുടെ അമ്മയുടെ ആ ഒരു കൈപുണ്യത്തിൻ്റെ ആ ഒരു എലമെൻറ്റും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു ടേസ്റ്റ് കൂടുതലായിരുന്നു. ആൻഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട് ഒരു അച്ചാറിൻ്റെ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നു. മാങ്ങയായിരുന്നു, ചെത്ത് മാങ്ങ പോലെ അടിപൊളിയായിരുന്നു സംഭവം. അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങി ചേച്ചീനെ പിക്ക് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇത് ആക്ച്വലി പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞിട്ടുള്ള മഴവിൽ മനോരമയുടെ ഒരു പ്രോഗ്രാമില്ലേ, അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്ഥലങ്ങളിൽ നല്ല ഒരു ഗെറ്റ് ടുഗെദർ പോലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സെലിബ്രേഷൻ, ചെറിയ ചെറിയ അവാർഡ് പരിപാടികളും ലക്കി ഡ്രോയിങ് ഗെയിംസും പെർഫോമൻസസും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ പരിപാടി. കഴിഞ്ഞ വട്ടം അമൃതേച്ചി ഫോറം മോളിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം ഞാനും ഉണ്ട്, പെരുമ്പാവൂരിലായിരുന്നു ഈ വട്ടം. അങ്ങനെ ഞങ്ങൾ എത്തി. ആൻഡ് ഒരു ഷോന് പോകുന്ന സമയത്ത് എനിക്കറിയില്ല എത്ര പേർക്കൊക്കെ അത് അറിയാമെന്ന്, നമുക്ക് ആക്ച്വലി ആദ്യം തന്നെ കുറച്ച് നേരത്തെ തന്നെ ചെല്ലണം. കാരണം നമ്മുടെ സ്റ്റേജും നമ്മുടെ സൗണ്ട് സിസ്റ്റവും നമ്മുടെ മൈക്കിങ്ങും എല്ലാ കാര്യങ്ങളും നോക്കി സൗണ്ട് ചെക്ക് എന്ന് അതിനെ പറയാം. എത്ര പേർക്ക് അറിയുമോ, ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ സൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. നമ്മുടെ എല്ലാ സൗണ്ട്സും ലൈക്ക് ഓരോ ഇൻസ്ട്രുമെൻസും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നോക്കിയിട്ട് അതിൻ്റെ സൗണ്ടിങ്ങും എല്ലാം കൂടിയുള്ള ബാലൻസിങ്ങും ഒക്കെ നോക്കുന്നൊരു പരിപാടിയാണ്. അപ്പം സൗണ്ട് ചെക്കിന് എത്തി. ഇതാണ് ടീമിൽ ഫുൾ ബാൻഡ് ഉണ്ടായിരുന്നില്ല. ആകാശ്, പ്രഷ്യസ്, മിഥുൻ ഇവരൊക്കെയുള്ളൊരു ചെറിയ ലൈനപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ സൗണ്ട് ചെക്കൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യണത് എനിക്ക് കേൾപ്പിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാത്തത്. പക്ഷേ എന്തായാലും ഈ ഇവൻറ്റിൻ്റെ ടെലികാസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ. യെസ്, അപ്പോൾ സൗണ്ട് ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രസ്സ് ചൂടാക്കാൻ കൊടുത്തു, ഡ്രസ്സ് അയൺ ചെയ്യാൻ കൊടുത്തു, മേക്കപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സമയം അധികം ഉണ്ടാവാതിരുന്നതുകൊണ്ട് മേക്കപ്പ് എൻ്റെത് ഞാൻ തന്നെ ചെയ്തു. ചേച്ചി അവിടുത്തെ മേക്കപ്പ് മാൻ ചേട്ടന്മാരുണ്ടായിരുന്നു, അവരെ കൊണ്ട് ഏൽപ്പിച്ചു. പിന്നെ ജനറലി ഞാൻ സെൽഫ് മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം. സെൽഫ് മേക്കപ്പാണ് മോസ്റ്റ്ലി ചെയ്യാറും. കാരണം എൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യാറും അങ്ങനെയൊക്കെ. അപ്പം അതായിരുന്നു അടുത്ത പരിപാടി. അത് കഴിഞ്ഞ് ഹെയർ ചെയ്തു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഉണ്ടായി കിട്ടി. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ഓരോരോ സ്ലോട്ട്സ് പോലെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു അവാർഡ്സും ഗെയിംസും വേറെ ഡാൻസ്, പാട്ട്, അങ്ങനെ ഒരുപാട് പെർഫോമൻസസ് ഉള്ള ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു അടിപൊളി പരിപാടിയായിരുന്നു. അപ്പം നമ്മുടെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. മേക്കപ്പൊക്കെ കഴിഞ്ഞു, പയ്യെ ഡ്രസ് ചേഞ്ച് ചെയ്തു. പിന്നെ എനിക്ക് മുടിയൊന്ന് കേൾ ചെയ്യാനുണ്ടായിരുന്നു. ഓൾറെഡി കേളിയാണ്, പക്ഷേ കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ നിവർന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു പിന്നീടുണ്ടായിരുന്ന പരിപാടികൾ. സോ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്.
മിക്കവർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. എന്നെ വീട്ടിൽ വിളിക്കുന്നൊരു പേരാണ് രേവതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എന്നെ ഉണ്ണിമോൾ എന്ന് വിളിക്കും, രേവതി എന്ന് വിളിക്കും, ചിണ്ടെന്ന് വിളിക്കും, ടൂട്ടാന്ന് വിളിക്കും, കുറേ പേരുകളുള്ളൊരു കുട്ടിയാണ് ഞാൻ. അതിപ്പോൾ കണ്ടില്ല, അതാണ് പൗർണമി. നമ്മുടെ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ ഷീസ് ലൈക്ക് എ ക്ലോസ് പേഴ്സൺ, ലൈക്ക് എ സിസ്റ്റർ എന്ന് തന്നെ പറയാം. പിന്നെ അമ്മ ഈ വട്ടം കൂടെ വരാതിരുന്നത് കൊണ്ട്, അതായത് അടുത്ത ദിവസം സ്കൂൾ ഉണ്ടായിരുന്നു പാപ്പുവിന്, അപ്പോൾ അതുകൊണ്ട് ഈ വട്ടം അമ്മ വന്നില്ല. അപ്പം അമ്മേനെ വിളിച്ച് വീഡിയോ കോള് ലുക്കൊക്കെ കാണിച്ചു കൊടുക്കുക, അതൊക്കെയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന പരിപാടികൾ. പിന്നെ ഷോയിന് മുമ്പ് പിന്നെ ആകെ മൊത്തം ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് പ്രയർ ചെയ്യും. പ്രയർ ചെയ്യുന്നത് എല്ലാവരും കൂടെ നിന്നാണ് പ്രയർ ചെയ്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ലോട്ട് ആയപ്പോഴത്തേക്കും നമ്മൾ പുറത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഇനി ഷോ തുടങ്ങുന്ന കാര്യങ്ങളും ബാക്ക് സ്റ്റേജ് വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ, കാണിച്ചു തരാവേ. ബമ്പർച്ചിരി ഫാമിലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാർത്തിക് സൂര്യ ഉണ്ടായിരുന്നു, മഞ്ചേച്ചി ഉണ്ടായിരുന്നു, പിഷാർ ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു, പബ്ലിക് ഫംഗ്ഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ആൻഡ് യാ, ഇനി ഇതിൽ കൂടുതൽ ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ ഇതിൻ്റെ ടെലികാസ്റ്റ് എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പരിപാടി. അങ്ങനെ പരിപാടി കുറേ പാട്ടുകളും കുറേ ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോയി. നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. അങ്ങനെ ഷോ നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയി. നമ്മളും ഓഡിയൻസും ഒക്കെ നല്ല കുറേ സമയങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഷോ എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പാക്കപ്പ് ചെയ്യാൻ പോവുമായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നില കാറ്ററിങ്ങിൻ്റെ ആയിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അതെനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, അത് മാത്രം എനിക്കൊരു വിഷമം. ഭക്ഷണത്തിൻ്റെ ഒരു പാർട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതെന്നാണ് എനിക്ക് വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഷോ ഈസ് ഓവർ, വൈൻഡപ്പ് ആയി. ഏകദേശം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. പിന്നെ ഞാൻ അവിടെ പോയിട്ട് വൈൻഡപ്പ് ചെയ്യും ഒന്നും കൂടെ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ബെസ്റ്റ് പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഷോ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇവൻറ്റ്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവും. ഇതാണ് എൻ്റെ ബാൻഡ് മേറ്റ്സ്, അവർ ഉടുപ്പൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉടുപ്പ് മാറാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതാ ഒളിഞ്ഞു നോക്കുന്ന കുക്കു, സൈൻ ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആമി.